പിണറായി വിജയനെ നല്ലപോലെ അടുത്തറിയാവുന്നവർ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഇപ്പോ വലിയൊരു കർക്കശക്കാരനാണ്, അല്ലെങ്കിൽ ആരോടും അങ്ങനെ ചിരിക്കാറില്ല, തമാശ പറയാറില്ല എന്നൊക്കെയാണ് പിണറായി വിജയനെ അടുത്തറിയാവുന്നവരും അതോടൊപ്പം തന്നെ പാർട്ടി ഗ്രാമത്തിലുള്ളവർ, അതായത് കണ്ണൂരിലടക്കമുള്ളവരൊക്കെ പറയുന്നത്. പക്ഷേ പിണറായി വിജയന് വേറൊരു മുഖമുണ്ടായിരുന്നു. അതായത് 1969, 68, 70 ആ കാലഘട്ടത്തിലൊക്കെ പിണറായി വിജയൻ നല്ല കോമഡി പറയുന്ന, എല്ലാവരോടും ചിരിച്ച് കളിച്ചു നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അത് അന്നത്തോടെ നിർത്തിയതിന്റെ ഒരു പ്രധാന കാരണം അജിത് ഡോവൽ എന്ന ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പിണറായി വിജയനെ എടുത്തിട്ടൊന്ന് വിരട്ടി. അതിനുശേഷമാണ് പിന്നെ പിണറായി വിജയൻ വലിയ രീതിയിൽ പേടിച്ച് ഒതുങ്ങിക്കൂടി നടക്കാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അതായത് പണ്ടൊക്കെ പിണറായി സൗമ്യ സ്വഭാവക്കാരനായിരുന്നുവെന്നും അജിത് ഡോവൽ തലശ്ശേരി കമ്മീഷണറായിരിക്കുമ്പോൾ പിണറായിയെ തല്ലിയതോടെയാണ് പിണറായി കർക്കശക്കാരനായി മാറിയതെന്നാണ് മുൻകാല നക്സലേറ്റ് ഫിലിപ്പ് എം പ്രസാദ് പറയുന്നത്. താൻ പിണറായിക്കൊപ്പം പ്രവർത്തിക്കുന്ന കാലത്ത് പിണറായി വളരെ മൃദുല സ്വഭാവക്കാരനായിരുന്നുവെന്നും തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാറുണ്ടെന്നും ഫിലിപ്പ് എം പ്രസാദ് പറയുന്നുണ്ട്. എന്നാൽ അജിത് ഡോവൽ തലശ്ശേരി കമ്മീഷണറായിരിക്കുന്ന കാലത്ത് പിണറായിയെ അടിച്ചതിന് ശേഷമാണ് പിണറായി കർക്കശക്കാരനായിരുന്നു എന്നാണ് ഫിലിപ്പ് എം പ്രസാദ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളാണെന്ന് ഒരു ധാരണ പലർക്കുമുണ്ട്. പക്ഷേ ഭൂരിഭാഗം കമ്മ്യൂണിസ്റ്റുകാരും ദൈവവിശ്വാസികളാണെന്ന് ഫിലിപ്പ് എം പ്രസാദ് പറയുന്നുണ്ട്. അതായത് ഈ പുറമെ ഇവർ കമ്മ്യൂണിസ്റ്റുകാര് നിരീശ്വരവാദികളാണ് എന്ന് അവർ പറയുമെങ്കിലും ഒളിച്ചും പാത്തും ചെവിയും അറിയാതെ ഇവർ ക്ഷേത്ര ദർശനത്തിൽ പോകുന്നു, അല്ലെങ്കിൽ അമ്പലങ്ങളിലെ ദർശനത്തിന് പോകുന്നു, ഓൺലൈൻ വഴിയൊക്കെ ഇവർ വഴിപാട് നടത്തുന്നു. നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലൊക്കെ, തിരുവനന്തപുരത്തെ ഫ്ലാറ്റിലൊക്കെ ശത്രു സംഹാര പൂജയൊക്കെ നടത്തിയതും, കണ്ണൂരിലുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലൊക്കെ ഈ കോവിഡ് സമയത്തൊക്കെ പാലക്കാട് നിന്നൊക്കെ ഈ പൂജാരിമാരെ കൊണ്ടുവന്ന് അവിടെ ഗണപതി ഹോമവും ശത്രു സംഹാര പൂജയൊക്കെ നടത്തിയത് നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ചെവിയും അറിയാതെ ദൈവഭക്തിയും അല്ലെങ്കിൽ ഈശ്വര വിശ്വാസവുമായിട്ട് നടക്കുന്നവരാണ് ഈ CPM നേതാക്കൾ എന്നാണ് ഫിലിപ്പ് എം പ്രസാദ് പറയുന്നത്. ഒരർത്ഥത്തിൽ അത് പല തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്, അതെല്ലാം ശരിവെക്കുന്നത് തന്നെയാണ്. അജിത് ഡോവൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ, അതായത് ഇപ്പോഴത്തെ അജിത് ഡോവൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ തോക്ക് ചൂണ്ടി വിരട്ടിയ കഥകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അതായത് 1971 തലശ്ശേരി കലാപത്തിൽ കൊലക്കേസ് പ്രതിയെ പുറത്തിറക്കാൻ ചെന്ന പിണറായി വിജയന് നേരെ ASP ആയിരുന്ന അജിത് ഡോവൽ തോക്ക് ചൂണ്ടി വറപ്പിച്ചു എന്ന വാർത്ത അന്നു മുതലേ ഉണ്ട്. അതായത് അന്ന് അജിത് ഡോവലിന് ഏകദേശം ഒരു 25-26 വയസ്സ്, അല്ലെങ്കിൽ ആ 28-നകം ആ ഒരു പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ കേരള പോലീസിലെ ഉദ്യോഗസ്ഥരോടൊക്കെ ചെയ്യുന്നത് പോലെ അന്ന് CPM അങ്ങനെ ശക്തിയായി നിൽക്കുന്ന ഒരു സമയമാണ്. പിണറായി വിജയൻ ചെന്ന് കഴിഞ്ഞാൽ പോലീസുകാർ മുട്ടുമടക്കി നിന്ന് പ്രതികളെ ഇറക്കിക്കൊണ്ടു പോകും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ പിണറായിയെ കണ്ടതും ആ പ്രതിയെ ഇറക്കാനായിട്ട്, സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായിട്ട് പിണറായി വിജയൻ വരുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ അജിത് ഡോവൽ ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിണറായി വിജയൻ കേട്ടില്ല. അവസാന നിമിഷം അജിത് ഡോവൽ തോക്കെടുത്ത പിണറായിയുടെ നെറ്റിക്ക് നേരെ ഒരു ഗൺ പോയിന്റിൽ ചൂണ്ടുന്ന ഒരു സമയമാണ് ഉണ്ടായത്. അത് എന്ത് രീതിയിലും ഏത് രീതിയിലും ചെയ്യാവുന്ന ഒരു സാഹചര്യം. ചിലപ്പോൾ വേണമെങ്കിൽ വെടിവെക്കാം, അല്ലെങ്കിൽ ആകാശത്തേക്ക് ഫയർ ചെയ്യാം. അജിത് ഡോവലിന്റെ ലക്ഷ്യം പിണറായിയെ ഒന്ന് വിറപ്പിച്ച് തോക്കിൻ മുനയിൽ നിർത്തുക എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ നാണം കെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അണികളുടെ മുന്നിൽ മാത്രമല്ല, പബ്ലിക്കായിട്ട് പിണറായി വിജയനെ തോക്ക് ചൂണ്ടി ഒരു 25-26 വയസ്സ് പ്രായമുള്ള ഒരാള് പിണറായി വിജയനെ ഇങ്ങനെ വിറപ്പിച്ച് നിർത്തിയപ്പോൾ പിണറായി വിജയൻ പോലും ഒരു ഷോക്കേറ്റ് നിൽക്കുന്ന ഒരവസ്ഥയിലായി കാര്യങ്ങൾ. 1971 തലശ്ശേരിയിൽ കലാപ സമയത്ത് പിണറായി വിജയൻ കൂത്തുപറമ്പിൽ നിന്നുള്ള ഒരു MLA ആയിരുന്നു. തലശ്ശേരി കലാപം സംബന്ധിച്ച് അന്നത്തെ പുസ്തകങ്ങളിലോ അന്നത്തെ പത്രങ്ങളിലോ ഒന്നും തന്നെ ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം ഇല്ലായിരുന്നു. അതെല്ലാം തന്നെ അത് പിണറായി വിജയന് നേരെ തോക്ക് ചൂണ്ടി അജിത് ഡോവൽ എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ സമയത്ത് CPM-ന് വല്ലാത്തൊരു നാണക്കേടായി മാറും എന്നതുകൊണ്ട് തന്നെ അന്ന് പത്രങ്ങളിലടക്കം വലിയ വാർത്ത വന്നിട്ടില്ല. എങ്കിലും CPM-നെ നല്ലപോലെ അറിയാവുന്നവർ അത് ഇപ്പോഴും സമ്മതിക്കുന്നുണ്ട്. അത് കുറച്ച് വർഷത്തിന് മുമ്പ്, അതായത് 2022 നമ്മൾ കേരളത്തിന്റെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം ഈ ഒരു പരാമർശം അന്ന് നടത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകളിൽ ഇത് വ്യക്തമായി തന്നെ പറയുന്നുമുണ്ട്. പക്ഷേ ഇത് ഓഫ് റെക്കോർഡ് ആയിരുന്നു ഈ സംഭവം നടന്നത്. 1972 തലശ്ശേരി കലാപ സമയത്ത് യുവ IPS-കാരൻ തോക്കെടുത്തപ്പോൾ പേടിച്ചുപോയ വ്യക്തിയാണ് പിണറായി വിജയനുമായുള്ള പിണറായി വിജയൻ എന്ന ഗവർണറുടെ പരാമർശവും അതേക്കുറിച്ച് അന്ന് വലിയ ചർച്ചകളും അന്ന് സമൂഹ മാധ്യമങ്ങളടക്കം ആ പോസ്റ്റുകളടക്കം ആ പത്രക്കട്ടിങ്ങളടക്കം തന്നെ ഉയർന്നു വരുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അജിത് ഡോവൽ അന്ന് പിണറായി വിജയനെ അടിച്ചു. അതിനുശേഷമാണ് പിണറായി വിജയൻ ഇപ്പോൾ ഒന്ന് ഒതുങ്ങിക്കൂടിയതും ഒന്ന് കർക്കശക്കാരനായതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ
ഫിലിപ്സ് തന്നെ പറയുന്നത്. അന്ന് അജിത് ഡോവലിന് ഒരൊറ്റ ഫോൺ കോളിൽ പിണറായി വിജയൻ നിന്ന് കിടുകിടാന്ന് വിറയ്ക്കുന്നതും, കൂടാതെ അന്ന് ഈ പിണറായി വിജയൻ ഭരിച്ചിരുന്ന സമയത്താണ്, അന്ന് കേരള മുഖ്യമന്ത്രിയുടെ സമയത്താണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ അടക്കം പിടിച്ചു കെട്ടുന്ന ഒരു രീതിയിലേക്ക് കാര്യമുണ്ടായത്. അന്ന് തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുന്ന കുറച്ച് പോലീസുകാർ നമ്മുടെ കേരള പോലീസിലുണ്ടായിരുന്നു. അവരുടെയൊക്കെ കൃത്യമായ നീക്കങ്ങൾ, അവരുടെയൊക്കെ കൃത്യമായ റിപ്പോർട്ടുകളടക്കം ഡൽഹിയിലേക്ക് എത്തിച്ചത് അജിത് ഡോവലിന്റെ ഒരൊറ്റ ഫോൺ കോൾ പിണറായി വിജയനിലേക്ക് എത്തിയതോടുകൂടി, അത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിലേക്ക് എത്തിയതോടുകൂടിയാണ്. അതായത് ഒരർത്ഥത്തിൽ പിണറായി വിജയൻ നല്ലപോലെ അറിയാം അജിത് ഡോവൽ ആരാണ്, എന്താണ്, എങ്ങനെ ചെയ്യും. ഒരു കാര്യം ഫോൺ വിളിക്കുന്നതിന് മുന്നേ അജിത് ഡോവൽ എന്തൊക്കെ കണ്ടിട്ടായിരിക്കും വിളിക്കുന്നതെന്ന് നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തി പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സംഭവത്തിന് ശേഷമാണ് പിണറായി വിജയൻ മൊത്തത്തിലൊന്ന് മാറി നിൽക്കുന്നതെന്നാണ് ഫിലിപ്പ് വർഗീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ ഒരു വാർത്ത വരും ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളടക്കം വീണ്ടും ഒരു വലിയ ചർച്ചാ വിഷയമായി മാറാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം.